വടക്കൻ ഇസ്രായേലിൽ നിന്നും ലെബനൻ അതിർത്തിയിൽ നിന്നുമൊക്കെ ജനങ്ങളെ ഇസ്രായേൽ ഒഴിപ്പിച്ചു തുടങ്ങി. ലെബനിൽ നിന്നും പലായനവും തുടങ്ങിയിട്ടുണ്ട്. ഈ പലായനം ചെയ്യുന്നവർക്ക് ഷെൽട്ടറുകൾ ഇസ്രായേൽ സേന ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഏതാണ്ട് 3000-ഓളം ജൂത വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ഈ ലെബനൻ അതിർത്തിയിൽ, അതായത് ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ 60,000-ഓളം പേരാണ് അവിടെ താമസിക്കുന്നത്. അവരോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് ഈ ഇസ്രായേലിൻ്റെ അതിർത്തിയിലുള്ളവരെ ഒഴിപ്പിക്കുകയും മറ്റുള്ളവർ പലായനം ചെയ്തു വരികയുമാണ് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെയും ലെബനൻ്റെയും അതിർത്തിയിലുള്ള ഒരു 3.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഈ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് 1948 മുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഈക്രിറ്റി, ബിരാമിലായ് തുടങ്ങിയ ഗ്രാമങ്ങളിലെ ആളുകളുമുണ്ട്. ഏതായാലും ഈ ജനങ്ങൾ പറയുന്നത് തങ്ങൾക്ക് ഇസ്രായേലിനെ വിശ്വാസമാണ്. അതായത് ഇരുവിഭാഗം ജനങ്ങൾ, അതായത് ജൂതന്മാരായാലും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ സഹോദരങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്രായേലിനെ വിശ്വാസമാണ്. കാരണം എന്നും ഈ അക്രമങ്ങളും തിരിച്ചടികളുമായിട്ട് കഴിയുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. ഏതായാലും അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് അനവധി അഭ്യൂഹങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സേന ഈ ലെബനനെതിരെ കരയുദ്ധത്തിന് ഒരുങ്ങുകയാണോ, അതല്ലെങ്കിൽ ശക്തമായൊരു വ്യോമാക്രമണത്തിന് ഒരുപക്ഷെ ഒരുങ്ങിയേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. ഏതായാലും അത്യന്തം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും അവിടെ നാടകീയമായ അനവധി സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഗാസയിൽ ഉള്ള ജനങ്ങളെ ഒഴിപ്പിക്കുകയും ആ ഒഴിപ്പിക്കലിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ മുൻപ് ബോംബ് വർഷം നടത്തുകയും ഇസ്രായേൽ ചെയ്തിരുന്നതാണ്. ഏതായാലും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ ലെബനിലുള്ള ക്രിസ്തീയ വിഭാഗം ജനങ്ങളും ജൂതന്മാരുമൊക്കെ അവിടെ നിന്ന് പലായനവും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.